ഹരേ കൃഷ്ണ. 2024 ഓഗസ്റ്റ് 26 ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് 5251 വയസ്സായി. അതായത് അദ്ദേഹം ഈ ഭൂമിയിൽ കൃഷ്ണരൂപത്തിൽ അവതരിച്ചിട്ട് 5251 വർഷമായി എന്നാണ് സാരം. ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച ദിവസം നമ്മൾ കൃഷ്ണ ജന്മാഷ്ടമിയായിട്ട് ആചരിക്കുന്നു. അഷ്ടമി തിഥി ആരംഭിക്കുന്നത് 2024 ഓഗസ്റ്റ് 26 3:39 AM ടു ഓഗസ്റ്റ് 27 2:19 AM വരെയാണ്. ഇനി രോഹിണി നക്ഷത്രം തുടങ്ങുന്നത് ഓഗസ്റ്റ് 26 3:55 PM ടു ഓഗസ്റ്റ് 27 3:38 PM വരെയാണ്. സാധാരണയായിട്ട് നമ്മൾ രോഹിണി നക്ഷത്രത്തിനും അഷ്ടമി തിഥിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. വ്രതം എടുത്ത് തന്നെ പ്രാർത്ഥിക്കണം എല്ലാ കൃഷ്ണഭക്തരും. ഏകാദശി എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വ്രതം എടുക്കേണ്ടത്. 26 തിങ്കളാഴ്ച പൂർണ്ണമായ വ്രതത്തിലിരിക്കുക. 25 ഞായറാഴ്ച ഒരിക്കലുണ്ട് വ്രതത്തിലേക്ക് തയ്യാറെടുക്കുക. 27 പാരണ വീടുക. അതുകൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഭഗവാന്റെ തിരുവവതാര കഥകൾ 2 ഭാഗമായി പറഞ്ഞു. ഭഗവാൻ അർദ്ധരാത്രിയിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം കണക്കാക്കി നമ്മൾ നാമം ജപിക്കണം. വിഷ്ണു സഹസ്രനാമം ജപിക്കണം. ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മഹാമന്ത്രം ജപിക്കണം. ഭഗവാന് പൂജകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പൂജകൾ ചെയ്യണം. കുറച്ച് സമയമാണ് ആ സമയം എന്ന് പറയുന്നത്. ഭഗവാന് പൂജകൾ ചെയ്യേണ്ടുന്ന ആ പൂജാ സമയം എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും പൂജാ സമയം വ്യത്യാസമാണ്. ചെറിയ ചെറിയ നമ്മൾ ഏകാദശിക്ക് പാരണ വീടുമ്പോൾ എടുക്കുന്ന സമയ വ്യത്യാസങ്ങൾ പോലെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഏകാദശിക്ക് പാരണ വീടാൻ പറയുന്ന ആ സ്ഥലങ്ങളിലെ എല്ലാം പൂജാ സമയം ഞാൻ പറയാം. അതായത് 26 തിങ്കളാഴ്ച രാത്രി, അത് 12 മണി കഴിയുമ്പോൾ 27 രാത്രി 12 മണി കഴിയുമ്പോൾ 27 തുടങ്ങും. അപ്പോൾ 26 തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞ് വരുന്ന ആ രാത്രി സമയത്തെ കാര്യമാണ് പറയുന്നതെന്ന് ഓർക്കുക. കേരളത്തിൽ തിങ്കളാഴ്ച രാത്രി 12 മണി എന്ന് പറയുമ്പോൾ 27 തുടങ്ങും അല്ലേ? കേരളത്തിൽ രാത്രി 12 മണി മുതൽ 12:47 മണി വരെയുള്ള സമയത്താണ് നമ്മൾ പൂജ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. ആ സമയത്ത് നിർബന്ധമായും വിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാന് നമ്മൾ എന്തെങ്കിലും പ്രസാദങ്ങൾ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി വെച്ച് നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഉണ്ണിയപ്പമോ പാൽപ്പായസമോ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളത് കഴിച്ചുകൂടാ. പിറ്റേ ദിവസം പാരണ വീടിയതിന് ശേഷം മാത്രമേ ആ പ്രസാദം നമ്മൾ ഭക്ഷിക്കാവൂ. പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴങ്ങൾ നമുക്ക് ഭക്ഷിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രസാദമാണ് എന്ന് കരുതി അരിയും ഗോതമ്പും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പ്രസാദങ്ങൾ കഴിച്ചുകൂടാ. പാരണ വീടിയതിന് ശേഷം കഴിക്കാം, പക്ഷേ പഴങ്ങൾ ഭക്ഷിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാൻ ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഭഗവാന് വലിയ ഇഷ്ടമാണ് ഉണ്ണിയപ്പം. ഭഗവാന് ലഡ്ഡു വലിയ ഇഷ്ടമാണ്, ഉണ്ണിയപ്പം ഇഷ്ടമാണ്, പാൽപ്പായസം ഇഷ്ടമാണ്, പഴങ്ങൾ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. നമ്മൾ എന്തായാലും നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടാക്കി ഭഗവാന് വെച്ച് നൈവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അത് നൈവേദ്യമായി വെച്ച് 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ 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 പുണ്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പൂജാ സമയം പറയാം. കേരളത്തിൽ രാത്രി 12 മണി മുതൽ 12:47 വരെയുള്ള സമയം, അതായത് 26 തിങ്കളാഴ്ച രാത്രി. ഈ 12:47 എന്ന് പറയുന്ന സമയം 27 മാറും. അത് ശ്രദ്ധിച്ചുകൊള്ളുക. അതായത് രാത്രി 12 മണി കഴിയുമ്പോൾ 27 ആകുമല്ലോ, അതാണ് പറഞ്ഞത്.
തമിഴ്നാട് അന്ന് രാത്രി 11:48 മണി മുതൽ 12:34 വരെ. കർണാടക 11:58 മുതൽ 12:44 വരെ. തെലുങ്കാന 11:55 മുതൽ 12:41 വരെ. ഗോവ 12:13 മുതൽ 12:59 വരെ. മഹാരാഷ്ട്ര 12:13 മുതൽ 12:59 വരെ. ഇത് മഹാരാഷ്ട്രയിലെ പൂനെയിലെ സമയമാണ്. എന്നാൽ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ചെറിയൊരു വ്യത്യാസം പറയുന്നുണ്ട്, 12:17 മുതൽ 1:03 വരെ. മധ്യപ്രദേശ് 11:59 മുതൽ 12:45 വരെ. ഗുജറാത്ത് 12:19 മുതൽ 1:04 വരെ. ഡൽഹി 12:01 മുതൽ 12:45 വരെ. രാജസ്ഥാൻ 12:06 മുതൽ 12:51 വരെ. ഒറീസ 11:26 മുതൽ 12:11 വരെ. മഹാരാഷ്ട്ര മുംബൈ 12:17 മുതൽ 1:03 വരെ. ഹരിയാന 12 മണി മുതൽ 12:45 വരെ. ഇനി ഗൾഫ് രാജ്യങ്ങൾ. ദോഹ ഖത്തർ 11:13 മുതൽ 11:58 വരെ, അതായത് തിങ്കളാഴ്ച രാത്രി 11:13 മുതൽ 11:58 മണി വരെ പൂജാസമയം. കുവൈറ്റ് 11:28 മുതൽ 12:12 വരെ. ദുബായ് 11:59 മുതൽ 12:43 വരെ. അബുദാബി 12:02 മണി മുതൽ 12:47 വരെ. അബുദാബി 12:02 മുതൽ 12:47 വരെ. ബഹ്റിൻ 11:17 മുതൽ 12:02 വരെ. സൗദി അറേബ്യ 11:32 മുതൽ 12:17 വരെ. ഒമാൻ 11:45 മുതൽ 12:31 വരെ. അമേരിക്ക 12:48 മുതൽ 1:31 വരെ. അമേരിക്ക 12:48 മുതൽ 1:31 വരെ. 26-ാം തീയതി തിങ്കളാഴ്ച രാത്രിയിലെ കാര്യമാണ് പറയുന്നത്. ജോർദാൻ 12:16 മുതൽ 1 മണി വരെ. ഓസ്ട്രേലിയ 11:40 മുതൽ 12:31 വരെ. UK 12:42 മുതൽ 1:23 മണി വരെ. സിംഗപ്പൂർ 12:42 മുതൽ 1:30 വരെ. സാംബിയ 11:44 മുതൽ 12:33 വരെ. ന്യൂസിലാൻഡ് 11:56 മുതൽ 12:48 വരെ. മാലദ്വീപ്സ് 11:44 മുതൽ 12:31 വരെ. വാൻകൂവർ ബ്രിട്ടീഷ് കൊളംബിയ കാനഡ 12:54 മുതൽ 1:35 വരെ. അർമേനിയ 12:42 മുതൽ 1:25 വരെ. ചൈന 11:42 മുതൽ 12:27 വരെ. ഇസ്രായേൽ 12:19 മണി മുതൽ 1:03 വരെ. സൗത്ത് ആഫ്രിക്ക 12:22 മുതൽ 1:13 വരെ. ഇത്രയാണ് നമ്മൾ സാധാരണയായിട്ട് ഏകാദശിക്ക് പാരണാസമയം പറയുന്ന സ്ഥലങ്ങൾ. ഇനി ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ അവർക്ക് പൂജാസമയം, അഷ്ടമി രോഹിണിയുടെ പൂജാസമയം അറിയണമെങ്കിൽ കമൻ്റിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരാം. അതുപോലെ നമ്മൾ വ്രതമെടുത്തു പിറ്റേ ദിവസം നമ്മൾ പാരണ വീടണം. സാധാരണ ഏകാദശിക്ക് നമ്മൾ എങ്ങനെയാണോ പാരണ വീടുന്നത് അതുപോലെ തന്നെയാണ് പാരണ വീടേണ്ടത്. ഇനി വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച്, അതായത് ഇസ്കോൺ സമ്പ്രദായം അനുസരിച്ച് രോഹിണി നക്ഷത്രം, അതായത് രോഹിണി നാളും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പാരണ വീടുന്നത്. അതായത് ഇസ്കോണിൻ്റെ ആചാരപ്രകാരം അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ രാവിലത്തെ കുളിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം 6:21 ശേഷം, അതായത് ഒരു 6:30 ശേഷം നമുക്ക് സാധാരണ പോലെ പാരണ വീടാം. ഇസ്കോൺ സമ്പ്രദായം അനുസരിച്ച് ഒരു ഉദാഹരണം പറയാം. കേരളത്തിൽ അന്ന് വൈകുന്നേരം, അതായത് 27-ാം തീയതി വൈകുന്നേരം 3:38 മണി കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം അത്രയും നേരം രോഹിണി നക്ഷത്രമുണ്ട്. അതിനുശേഷമാണ് ഇസ്കോണിൻ്റെ ആചാരപ്രകാരം പാരണ വീടുന്നത്. അത്രയും സമയം കൂടി ആ വ്രതാനുഷ്ഠാനത്തിൽ തന്നെ ഇരിക്കും. അതല്ലെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട് 6:21 ശേഷം, അതായത് 6:30 ശേഷം നമുക്ക് പാരണ വീടാമെന്നും
പറയുന്നുണ്ട്. കാരണം അഷ്ടമി തിഥി കഴിഞ്ഞത് ഓരോന്നും ഓരോ രീതിയിലാണ്. അഷ്ടമി തിഥി കഴിഞ്ഞിട്ട് പാർണ വീഴണമെങ്കിൽ രാവിലെ നമുക്ക് കുളിച്ച് പാർണ വീടാം. അതല്ല രോഹിണി നക്ഷത്രവും കൂടി കഴിഞ്ഞതിന് ശേഷമേ പാർണ വീടുന്നുള്ളെങ്കിൽ അത് ഓരോ സ്ഥലം അനുസരിച്ചിട്ടും വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ഏതെങ്കിലും ആളുകൾക്ക്, ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിട്ട് ചോദിച്ചോളൂ. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ 3:30 ശേഷം 3:38 PM അതിനുശേഷമാണ് പാർണ വീടേണ്ടത്. ഗോവയിലും അങ്ങനെ തന്നെയാണ്. ഭാരതത്തിലെ ഏകദേശം കുറേ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതേ സമയം തന്നെയാണ്, 3:38 ശേഷം, അതായത് 27-ാം തീയതി. പിന്നെ ദോഹയിലെ കാര്യമാണെങ്കിൽ ഓഗസ്റ്റ് 27-ാം തീയതി ഉച്ചയ്ക്ക് 1:08 1:08 വരെ രോഹിണി നക്ഷത്രമുണ്ട്. അതിനുശേഷം നമുക്ക് പാർണ വീടാം. അപ്പം അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഞാൻ പറയാം. അതല്ല സാധാരണ പോലെ പാർണ വീടുകയാണെങ്കിൽ രാവിലെ ഒരു 6:30 ശേഷം നമുക്ക് പാർണ വീടാം. അപ്പോൾ ഇതേ രീതിയിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പാർണ വീടിയതിന് ശേഷം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നത്തെ ദിവസം പരമാവധി സമയം നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന് വിശേഷപ്പെട്ട പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ നൈവേദ്യമായിട്ട് വെച്ച് ആ രാത്രി കാലത്ത് വിളക്ക് കത്തിച്ചു വെച്ച് തന്നെ പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക് ഒരു കിടാവിളക്ക് ഈ സമയം വരെ കത്തിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വിശേഷമാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് ഈ പൂജാസമയം കഴിയുന്നത് വരെ ആ വിളക്ക് കത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേയസ്കരമാണ്. നമ്മുടെ മനസ്സിൽ എന്താണോ ഭഗവാന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, എങ്ങനെ നമുക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കാം, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഭഗവാന്റെ ആ തിരുവവതാര ദിവസം ഭഗവാന് സമർപ്പിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പം കഥകളൊക്കെ എല്ലാവരും കേൾക്കണം. ഉത്തരരാമായണം ഇടുന്നുണ്ട്, അത് കേൾക്കണം. അതുപോലെ ഭഗവാന്റെ തിരുവവതാര കഥ 2 ഭാഗമായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ എല്ലാവരും കേൾക്കണം. ബാക്കി കുറച്ച് കഥകളൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ ഓരോന്നായിട്ട് ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിർബന്ധമായും തന്നെ എന്നെ എഴുതി അറിയിക്കണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോകളൊക്കെ കഥകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കേൾക്കട്ടെ, നാമം ജപിക്കട്ടെ. കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും പ്രാധാന്യമെന്ന് മനസ്സിലാക്കി എല്ലാവരും നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.